ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അപ്പൊ അച്ഛയും കൂടെ അറിഞ്ഞോണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളായിരുന്നു ഇതൊക്കെ അല്ലേ? ഞാനിത് റിപ്പോർട്ട് ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് അറിയാവോ എന്തെനിക്ക്? ഇത്തരത്തോളം വരില്ല. നിന്നെ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത് പെരുമാറാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ ഇടപെട്ട് തൽക്കാലം എല്ലാം ഒതുക്കി നിർത്തിയിരിക്കുക. ചോദ്യം ചെയ്യാൻ കോടതി അനുമതി വാങ്ങാൻ കൊണ്ടുപോകുന്ന വഴി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയാ നീ. അതിനിടയിൽ ജീപ്പിന്ന് ചാടിപ്പോയ നിനക്ക് ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിക്കാതിരുന്നത് നീ ഇവിടെ തന്നെ ഉണ്ടാവുന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ. ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാര് സസ്പെൻഷനിലായി പോകുന്നുള്ള ഭയം കൊണ്ടാ അവരിപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നീ പുറം ലോകം കാണില്ലായിരുന്നു. ഈ പോലീസ് യൂണിഫോമിൽ കയറിയ യാതൊരു സെന്റിമെന്റ്സും കാണിക്കരുതെന്ന് എനിക്കിപ്പൊ മനസ്സിലായി. എടാ, ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ചെയ്തുകൊണ്ടാണ് നിന്റെ കയ്യിൽ വിലങ്ങ് പോലും ഇടിക്കാതെ നിന്നെ ജീപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ ഔദാര്യത്തിന്റെ പുറത്ത് നീ ഇനി മേലാൽ ഈ ചെറ്റത്തരം കാണിക്കരുത്. ഇപ്പൊ ഈ കാര്യം ഞാനും നീയും പിന്നെ ആ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരും മാത്രം അറിഞ്ഞിട്ടുള്ളൂ. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ നിന്നെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അനുമതിയും വാങ്ങണം. ഇന്ന് 6 മണിക്ക് മുന്നേ തന്നെ നിന്നെ സബ് ജയിലിലേക്ക് മടക്കി അയക്കാൻ വേണം. ഒന്നും പറയണ്ട. നീ കാണിച്ചൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ ഇനി ഈ നാറത്തരം കാണിച്ച ഞാൻ തനി പോലീസാ, വലിച്ചിറക്കിക്കൊണ്ട് പോവും ഞാൻ. ബുദ്ധിപരമായിട്ട് ചിന്തിക്ക. അടുത്ത വ്യാഴാഴ്ച നിന്റെ റിമാൻഡ് കാലാവധി കഴിയും. ഇപ്പൊ നീ ജയിൽ ചാടിയെന്ന് പുറം ലോകം അറിഞ്ഞാ പിന്നെ ജയിൽ ഇടിഞ്ഞാ പോലും നിനക്ക് ജാമ്യം കിട്ടില്ല. മോളെ ചായ. ഞാനങ്ങോട്ട് വരാമേ. അപ്പൊ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. വാ. മേഡം ഇരിക്കും. അപ്പൊ അമ്മ, എനിക്കൊരു അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാർ വരെ ഒന്ന് പോണായിരുന്നു. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ജഗനും കൂടി വരുമോന്ന് ചോദിക്കായിരുന്നു. അല്ല ജഗൻ? ജഗൻ ഇത്രയും നാളും ജഗൻ സമ്മതിച്ചു. വന്ദനയ്ക്ക് സമ്മതമാ അല്ലേ വന്ദന? നല്ല മുറുക്ക്. ഇതുണ്ടാക്കുന്നതിനൊരു പാകമുണ്ട്. ആ പാകം ശരിയായില്ലെങ്കിൽ പിന്നെ കയ്പായിരിക്കും അല്ലേ വന്ദന? മാഡം, എനിക്ക് മാഡത്തിനോടൊരു സംശയം ചോദിക്കാനായിരുന്നു. രാജീവ് മേനോന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലേ? നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം. ആ അമ്മ, 5-6 മുറുക്ക് പൊതിഞ്ഞെടുത്തേക്ക്. കാറി പോകുമ്പോ കഴിക്കാമല്ലോ. പറ, വന്ദനയ്ക്ക് എന്താ പറയാനുള്ളത്? ജഗനെ ജയിലിലേക്ക് മടക്കി അയക്കരുതെന്നാണോ? അല്ല, ജഗൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അപ്പൊ അച്ഛയും കൂടെ അറിഞ്ഞോണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളായിരുന്നു ഇതൊക്കെ അല്ലേ? ഞാനിത് റിപ്പോർട്ട് ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് അറിയാവോ എന്തെനിക്ക്? ഇത്തരത്തോളം വരില്ല.
കണ്ടില്ലേ, മുൻ MLA പുത്രൻ തന്നെ പ്രതിയെന്ന് പോലീസ്. വന്ദന, ഇത് ഞാൻ അറിഞ്ഞതല്ല. കേസന്വേഷണം മേഡത്തിനാണല്ലോ. അപ്പൊ മേഡം അറിയാതെ ഇങ്ങനൊരു വാർത്ത വരില്ല. ഇത് വളരെ മോശമായിപ്പോയി മാഡം. ഒരു തരം ഡബിൾ പ്ലേ. സ്റ്റോപ്പ് ഇറ്റ്. വന്ദന, ജഗൻ സ്വയം കുറ്റം സമ്മതിച്ചതാ. നീ പരാതിക്കാരി. വേണമെങ്കിൽ എനിക്ക് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാനത് ചെയ്യാത്തത് എനിക്ക് രണ്ട് മുഖം ഇല്ലാത്തതുകൊണ്ടാ. ജഗൻ കുറ്റക്കാരനല്ലാന്ന് എനിക്കറിയാം. അത് പുറത്തു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതിൽ ഞാൻ പരാജയപ്പെട്ട ജഗനെ പോലെ നല്ലൊരു ഭർത്താവിനെ നിനക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. മാഡം, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കിയിട്ട് ജഗനെ സബ് ജയിലിലേക്ക് അയക്കണം. ജഗൻ ഇന്നിവിടെ വന്നിട്ടില്ല. ഓക്കെ? വാർത്തയോ? വേണ്ട, ഞാൻ പത്രം നോക്കട്ടെ. കണ്ടു, ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉണ്ടല്ലോ. നീ ഫോൺ വെച്ചേക്ക്, ഞാൻ പിന്നെ വിളിക്കാം. മുൻ MLA പുത്രൻ തന്നെ പ്രതിയെന്ന് പോലീസ്. പ്രമുഖ വ്യവസായി രാജീവ് മേനോന്റെ കൊലയാളി മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ ജഗൻ തന്നെയെന്ന് പോലീസ്. രാജീവ് മേനോന്റെ മരണം നടന്ന സ്ഥലത്ത് ജഗൻ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരവധി നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. രാജീവ് മേനോനോടൊപ്പം അമ്മയും മരണപ്പെട്ടിരുന്നു. പ്രതി ജഗൻ കരുതിക്കുട്ടി ചെയ്ത കൊലപാതകമാണെന്നും രാജീവ് മേനോന്റെ വിവാഹ ദിവസമാണ് ആക്സിഡന്റ് നടന്നതെന്നും രാജീവ് മേനോൻ വിവാഹം കഴിക്കാനിരുന്ന വന്ദന എന്ന പെൺകുട്ടിയാണ് ഇപ്പോ ജഗന്റെ ഭാര്യ എന്നതും കേസിൽ നിർണായക വഴിത്തിരിവായി. പ്രതി ഇപ്പോ ഒളിവിലാണ്. സാഗർ, സാഗർ! എന്താ രാഗി? പത്രവാർത്ത കണ്ടില്ലേ? ജഗൻ ഒളിവിലാണെന്ന്. അവൻ ഒളിവിൽ പോവണം. അവിടെ ഇട്ട് വേണം അവന് വധശിക്ഷ കൊടുക്കാൻ. മാനത്തെ കൊട്ടാ